പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ VHSC മുഖ്യ അലോട്ട്മെൻറ്റിൽ അപേക്ഷിച്ചിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കാതിരുന്നവർക്കും ഇതുവരെയും അപേക്ഷ നൽകാൻ കഴിയാതിരുന്നവർക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി ഇപ്പോൾ അപേക്ഷിക്കാം. മുഖ്യഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് പ്രവേശനത്തിന് ഹാജരാകാത്തവർക്കും ഈ ഘട്ടത്തിൽ വീണ്ടും അപേക്ഷിക്കാം. തെറ്റായ വിവരങ്ങൾ അപേക്ഷ ഉൾപ്പെട്ടതിനാൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും പ്രവേശനം നിരാകരിക്കപ്പെട്ടവർക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പരിഗണിക്കുന്നതിനായിട്ട് അപേക്ഷ പുതുക്കുന്നതിനുള്ള സൗകര്യവും ലഭ്യമാക്കിയിട്ടുണ്ട്. അപേക്ഷ പുതുക്കി വയ്ക്കുന്നതിനായി ലോഗിനിൽ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറും പാസ്വേഡും ക്യാപ്ചയും എൻ്റർ ചെയ്ത് ലോഗിന് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പ്രവേശിക്കുക. അക്കൗണ്ടിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ അവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എന്ന മെനു ആദ്യം കാണാം. അതുകൂടാതെ വേക്കൻസി ലിസ്റ്റും കാണാവുന്നതാണ്. ഇതിൽ വേക്കൻസി ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളുകളിൽ ഓരോ കോഴ്സിലുമുള്ള വേക്കൻസികൾ, ഇപ്പോൾ ലഭ്യമായ വേക്കൻസികൾ അറിയാം. വേക്കൻസി ഇല്ല എങ്കിൽ, വേക്കൻസി 0 ആണെങ്കിൽ പോലും നമുക്ക് ആ കോഴ്സിലേക്ക് അപേക്ഷിക്കുന്നതിന് തടസ്സമില്ല. പിന്നീടുണ്ടാകുന്ന വേക്കൻസികളിലേക്ക് പരിഗണിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേക്കൻസി 0 ആണെങ്കിലും ആ കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് തടസ്സമില്ല എന്ന് ശ്രദ്ധിക്കുക. പക്ഷേ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടേണ്ടതിന് മാർക്ക് കുറവൊക്കെ ആണെങ്കിൽ, പ്രത്യേകിച്ചും വേക്കൻസി കൂടുതലുള്ള സ്കൂളിലെ കോഴ്സുകൾ നോക്കി ഓപ്ഷനിൽ ആഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇനി ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്കിലൂടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവിടെ കാണുവാനും സാധിക്കും. പക്ഷേ അതിൽ ഇപ്പോഴത്തെ പുതിയ കോഴ്സുകൾ നിങ്ങൾക്ക് ഓപ്ഷൻ ആഡ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷ ഫൈനൽ സബ്മിഷൻ നടത്തി പൂർത്തിയാക്കേണ്ടതുണ്ട്. അപേക്ഷ പുതുക്കി വയ്ക്കാവുന്നവർ ഇത്തരത്തിൽ അപേക്ഷകൾ പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്ത് ഫൈനൽ സബ്മിഷൻ നടത്തി പൂർത്തീകരിക്കുക. എന്നാൽ പുതിയതായിട്ട് അപേക്ഷിക്കുന്നവർ സൈറ്റിൽ രജിസ്റ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് ഓൺലൈൻ അപേക്ഷയുടെ പൂർണ്ണമായ പ്രക്രിയ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു വീഡിയോ ഈ ചാനൽ ലഭ്യമാണ്. എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയേക്കാം. അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇത്രയും വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത്. നന്ദി, നമസ്കാരം.